ബിഷപ്പ് ജോർദാനോ കസ്സലാനി ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ വന്നു എന്നുള്ളതിന് എന്തെങ്കിലും ചരിത്രപരമായ തെളിവുണ്ടോ? ആവശ്യത്തിനുള്ള തെളിവുകൾ നമുക്കുണ്ട്. ആദ്യമായിട്ട് അദ്ദേഹം അഭിഷിക്തനായത് ഫ്രാൻസിലെ അവിഞ്ഞോൺ എന്ന് പറയുന്ന കൊട്ടാരത്തിൽ വെച്ചാണ്. പോപ്പ് ജോൺ 22 അദ്ദേഹത്തെ ബിഷപ്പാക്കി കൊല്ലത്തേക്ക് അയക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഈ പോപ്പ് ജോൺ 22 വാസ്തവത്തിൽ ഈ സുവിശേഷ പ്രവർത്തനങ്ങൾ ഏഷ്യയിലെ, അതുപോലെ അനറ്റോളിന, അർമേനിയ, ഇറാൻ, ഇന്ത്യ ഇവിടെയൊക്കെയുള്ള പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്ക് വേണ്ട ഉത്തേജനം നൽകിയത് ഈ മാർപ്പാപ്പ ആയിരുന്നു. അപ്പോൾ ഈ അവിഞ്ഞോൺ കൊട്ടാരത്തിൽ തന്നെ വച്ചിരിക്കുന്ന റെക്കോർഡുകളിൽ പ്രത്യേകിച്ച് ഗ്രാഫിക്കായിട്ട് കാണിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് ഈ സുവിശേഷ പ്രവർത്തനത്തിന് നീക്കി വെച്ചത് പോപ്പ് 22 മാർപ്പാപ്പയാണ്. അപ്പോൾ അദ്ദേഹത്തെ അവിഞ്ഞോണിൽ വെച്ച് ബിഷപ്പാക്കി കൊല്ലത്തേക്ക് നിയോഗിക്കുകയായി. ഇതിൻ്റെ പ്രധാനപ്പെട്ട രേഖ എന്ന് പറയുന്നത് അവിഞ്ഞോൺ ലെറ്റേഴ്സാണ്. ഏകദേശം 7 കത്തുകൾ അദ്ദേഹം എഴുതുകയും കുറേ ആ കത്തുകൾ ജോർദാനോസ് കസ്സലാനി മെത്രാൻ വഴി കൊടുത്തയക്കുകയും ചെയ്തിട്ടുണ്ട്. ഓഗസ്റ്റ് 9 1329 കൊല്ലം രൂപത സ്ഥാപിതമാകുന്നത്. അപ്പം ഈ അവിഞ്ഞോൻ്റേതായ കുറേ രേഖകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് ചരിത്രപരമായ ഡോക്യുമെൻസാണ്. പിന്നീട് നമുക്ക് അദ്ദേഹം കൊല്ലത്ത് വന്നു, ഭാരതത്തിൽ വന്നു എന്നതിൻ്റെ തെളിവ് അദ്ദേഹം എഴുതിയ മാനുസ്ക്രിപ്റ്റാണ്. അത് മിറബീലിയ ഡെസ്ക്രിപ്ത എന്ന് പറയുന്ന കയ്യെഴുത്ത് പ്രതി കണ്ടെത്താൻ സാധിച്ചു. അതിൽ അദ്ദേഹത്തിൻ്റെ യാത്രാ വിവരണങ്ങൾ നൽകിയിട്ടുണ്ട്. അത് രണ്ടാമത്തെ തെളിവാണ്. ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ്, വിശ്വസനീയമായ തെളിവ് എന്ന് പറയുന്നത് അദ്ദേഹം ഒരു കത്തീഡ്രൽ സ്ഥാപിക്കുകയുണ്ടായി കൊല്ലത്ത്. എല്ലാ ബിഷപ്പ്മാർക്കും ഒരു കത്തീഡ്രൽ ഉണ്ടായിരിക്കണം എന്നുള്ളത് ആവശ്യമാണ്. ഈ പറഞ്ഞ അവിഞ്ഞോൺ ലെറ്റേഴ്സിൽ ഒരു ലെറ്ററിൽ പറയുന്നുണ്ട് കൊല്ലത്ത് ഒരു കത്തീഡ്രൽ സ്ഥാപിക്കണമെന്ന് തന്നെ ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം സെയിൻറ്റ് ജോർജിൻ്റെ നാമധേയത്തിലെ ഒരു പള്ളി പണിയുകയും അത് കത്തീഡ്രലായിട്ട് ഉപയോഗിക്കുകയും ചെയ്തതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ അനുബന്ധമായ തെളിവെന്ന് പറഞ്ഞാൽ പേപ്പൽ നുൻഷിയോ ജോൺ മരിഞ്ഞോളി എന്ന് പറയുന്ന മെത്രാൻ, അദ്ദേഹം ചൈനയിലേക്ക് പോകുന്ന വഴിയെ കൊല്ലത്ത് ഇറങ്ങിയിട്ടുണ്ട്. കൊല്ലത്തിറങ്ങിയിട്ടേ അവർക്ക് പോകാൻ പറ്റുള്ളൂ. തിരിച്ച് അദ്ദേഹം വന്നപ്പോൾ 16 മാസം ഈ കത്തീഡ്രലിൽ താമസിച്ചതായിട്ട് അദ്ദേഹത്തിൻ്റെ യാത്രാ വിവരണത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം 16 മാസം ഇവിടെ താമസിച്ചു എന്ന് പറയുന്നത് ദ ട്രാവൽസ് ഓഫ് ജോൺ മരിഞ്ഞോളി എന്ന് പറയുന്ന പുസ്തകത്തിലൂടെ നമുക്കത് അറിയാൻ സാധിക്കുന്നു. അപ്പോൾ അങ്ങനെ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവ്. ഇങ്ങനെ കത്തീഡ്രൽ പണിഞ്ഞു, ആ കത്തീഡ്രൽ ഉണ്ടായിരുന്നുവെന്ന് പേപ്പൽ നുൻഷിയോ അത് സർട്ടിഫൈ ചെയ്യുന്നുണ്ട്, സാക്ഷ്യപ്പെടുത്തി ചെയ്യുന്നുണ്ട്. പിന്നെ വേറൊരു തെളിവെന്ന് പറയുന്നത് 1503 അൽഫോൺസോ ദെ അൽബുക്കർക്ക് എന്ന് പറയുന്ന പോർച്ചുഗീസ് ഗവർണർ കൊല്ലം സന്ദർശിക്കുകയും ഇവിടുത്തെ രാജ്ഞിയുമായിട്ടൊരു ഉടമ്പടിയിൽ ഒപ്പുവെക്കുകയും ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് പോർച്ചുഗീസുകാർ വന്നപ്പോൾ അവർ വളരെ സന്തോഷവും സ്വീകരിക്കുകയും അപ്പോൾ ഈ അൽബുക്കർക്ക്
അവരുടെ ആധ്യാത്മികമായ കാര്യങ്ങൾ പരിപാലിക്കുന്നതിന് വേണ്ടി ഫ്രയർ റോഡ്രിഗോസ് ഹോമൻ എന്ന് പറയുന്ന വൈദികനെ നിയോഗിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ അവരുടെ മറ്റ് സെക്യുലറായിട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്നതിന് വേണ്ടി അന്റോണിയോ ദേ സ എന്ന് പറയുന്ന ഫാക്ടറിനെ കൂടെ നിയമിക്കുകയുണ്ടായി. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ഡൊമിനിക്കൻസിൻ്റെ റെക്കോർഡ്സും വെച്ച് നമുക്ക് പറയാൻ സാധിക്കും അദ്ദേഹം തീർച്ചയായിട്ടും കൊല്ലത്ത് വന്നു. അത് യാതൊരു സംശയവും എനിക്കില്ല.